നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് നമ്മളെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ ഉണ്ടാകും നമ്മൾ എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ അടിച്ചമർത്തുന്ന കുറെ ആഗ്രഹങ്ങൾ, ഇപ്പൊ സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നല്ല വിചാരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല, ചില കാര്യങ്ങൾ ചെയ്യില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോയി അടിഞ്ഞുകൂടുന്ന ഒരു ലെയറാണ് അൺകോൺഷ്യസ് മൈൻഡ്. ബിറ്റർ എക്സ്പീരിയൻസസ്, ബാഡ് എക്സ്പീരിയൻസസ്, സപ്രസ്ഡ് ഫീലിംഗ്സ്, സപ്രസ്ഡ് ഇമോഷൻസ്, ഇതെല്ലാം പോയി കിടക്കുന്ന ഒരു സ്ഥലമാണ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക, കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് അറിയാം എന്താണ് നമ്മളിപ്പോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കോൺഷ്യസ് മൈൻഡ് നമുക്ക് കാണാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കാണാം, കുറച്ചൊക്കെ കാണാൻ പറ്റില്ല. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ എന്താ ഇങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ തരാൻ പറ്റുന്ന ആളാണ് നമ്മളെ മൈൻഡിന്റെ അൺകോൺഷ്യസ് പാർട്ട്. അപ്പൊ നമ്മളിപ്പോ ഒരാൾ ഓരോ രീതിയിലായി പോയി. നല്ല രീതിയിലായിട്ടുണ്ട് ചില ആൾക്കാർ, ചില ആൾ മോശം രീതിയിലുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചിലർ ചിന്തിക്കും ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്. നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. നല്ല വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടാണ് നമ്മളെ ലൈഫ് പോകുന്നതെങ്കിൽ ചില മൊമെന്റിൽ നമ്മൾ ഇങ്ങനെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യും. നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കില്ലേ, നമ്മൾ എന്താ ഇങ്ങനെ മോശമല്ലോ, നമ്മൾ അഭിമാനിക്കും നമ്മളെ കുറിച്ച്. അതിന് ഉത്തരവാദിയെ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡാണ്. ചിലപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഒട്ടും സക്സസ്ഫുൾ അല്ല, നമുക്കൊരു സന്തോഷമില്ല, നമുക്ക് തന്നെ തോന്നാണ് എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്. നമ്മളിങ്ങനെ ചോദിക്കില്ലേ, അതിന് ഉത്തരം തരാൻ പറ്റുന്ന ഒരാളാണ് അൺകോൺഷ്യസ് മൈൻഡ്. ഓൺലൈനായി 1 വർഷം കൊണ്ട് പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചറാകാം. എജുമിയോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക.